എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞതാ, എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എങ്ങനെയാ? പെട്ടെന്ന് ഇതെങ്ങനെ പറ്റിയെന്ന് എനിക്കും അറിയില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. ആ മന്ത്രവാദിന് തന്ന ഏലസൊക്കെ കയ്യിലുണ്ടായിരുന്നതാ. എന്നിട്ടും അവസാന നിമിഷം എല്ലാം കൈവിട്ടു പോയി. ശ്രദ്ധയില്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ അവൻ കേൾക്കില്ല. ഇപ്പോ അനുഭവിക്കുന്നത് കണ്ടില്ലേ? എന്റെ ഭഗവാനെ, രാഹുലിന് ഒരു ആപത്തും വരാതെ അവനെ രക്ഷിക്കണേ. ആന്റി, ഒരു നേഴ്സ് നമ്മുടെ രാഹുലിനെ കണ്ടപ്പോ മുതല് കരയുന്നുണ്ടായിരുന്നല്ലോ. ആരാ അത്? അറിയില്ല, ഞാനും ശ്രദ്ധിച്ചു. എന്തിനാ ആ കുട്ടി കരയുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. രാഹുലുമായി എന്തെങ്കിലും ഒരു ബന്ധവും അടുപ്പവും ഇല്ലാതെ ആ കുട്ടി അങ്ങനെ കരയോ? നിന്നെപ്പോലെ തന്നെ ഞാനും അവളെ ഇവിടെ വെച്ചാ കാണുന്നത്. അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്നോ അതോ അവൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ കരഞ്ഞതെന്നോ എനിക്കറിയില്ല. എന്തായാലും നമുക്കിപ്പോ അതല്ല വലിയ കാര്യം. എങ്ങനെയെങ്കിലും രാഹുലിന്റെ ജീവൻ തിരിച്ചു കിട്ടണം. എന്റെ മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം അവൾ ആരാ എന്താന്നൊക്കെ തിരക്കാം. അതല്ല ആന്റി, ഒരു നേഴ്സ് രാഹുലിന് വേണ്ടി ഇത്രയും കരയുമ്പോ നാളെ കൈലാസത്തിൽ വന്ന് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാ അത് കുടുംബത്തിലാകെ നാണക്കേടുണ്ടാക്കില്ലേ? അതോർത്താ ഞാൻ പറഞ്ഞത്. നീ ഇപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കണ്ട. അകത്ത് എന്റെ മോൻ മരണത്തോട് മല്ലിട്ടോണ്ടിരിക്കുക. ഈ സമയത്ത് നീ മറ്റെന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കേറില്ല. വെള്ള പുതപ്പിച്ച് ആംബുലൻസിൽ കൊണ്ടുവരുമെന്ന് കരുതിയതാ. എന്നിട്ട് കയറി വരുന്നത് കണ്ടില്ലേ? ആ, നിങ്ങൾ വന്നോ? എല്ലാരും പ്രാർത്ഥിച്ചതുപോലെ അസുഖം മാറി ഗംഗ വന്നല്ലോ. ഭാഗ്യം. അല്ല, അമ്മ എവിടെ? അപ്പൊ നിങ്ങൾ നാത്തൂനെ കണ്ടില്ലേ? അമ്മയോ? എവിടെ വെച്ച്? മഹിയൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ രാഹുലിനെ പാമ്പ് പിടിച്ചു. പാമ്പ് പിടിച്ചെന്നോ? എവിടെ വെച്ച്? ഇന്നലെ രാത്രി പുറത്തെവിടെയോ വെച്ചാ കടിച്ചത്. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏത് ഹോസ്പിറ്റലില്? ഗംഗ അഡ്മിറ്റ് ചെയ്ത് അതേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. നാത്തൂന് ശ്രേയം കൂടെയുണ്ട്. ഇത് എന്തൊക്കെയാ ആന്റി പറയുന്നത്? എന്നിട്ട് ഇതുവരെ ആരും എന്താ എന്നെ ഒന്നും അറിയിക്കാത്തത്? ഞാനെന്താ ഈ വീട്ടിലുള്ളതല്ലേ? അത് പിന്നെ മഹി, നീ ഗംഗയുടെ കാര്യത്തിൽ ടെൻഷനിലല്ലേ? അതിന്റെ കൂടെ കൂടുതൽ ടെൻഷനിലാക്കണ്ടെന്ന് കരുതി കാണും. ഗംഗയുടെ കാര്യങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇനി അഥവാ അല്ലെങ്കിൽ കൂടി ഇവിടെയുള്ള മറ്റുള്ളവരുടെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്വം ഉള്ളതല്ലേ? രാഹുൽ എന്റെ അനുജനാ, അത് മറന്നോ? മഹേട്ടൻ ടെൻഷൻ ആവാതെ. രാഹുലിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോഴത്തെ ടെൻഷനില് ദേവേനി ആന്റി മഹേട്ടനെ വിളിക്കാൻ വിട്ടുപോയതായിരിക്കും. എന്ത് ടെൻഷനായാലും നമ്മളവിടെ ഉണ്ടായിട്ട് പോലും നമ്മളെ അറിയിക്കാതിരുന്നത് തെറ്റ് തന്നെയാ. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല മഹി. ഞാൻ കരുതിയത് മഹി അറിഞ്ഞു കാണുമെന്നാ. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി. ആളു,
ഗംഗയെ റൂമിൽ കൊണ്ട് കിടത്തുമോളൂ. ശരി അച്ഛാ, അച്ഛൻ പൊയ്ക്കോ, എങ്ങനെ ഞാൻ നോക്കിക്കോളാം. ഞാൻ മുറി കൊണ്ടാക്കണോ ഗംഗയെ? ഏയ്, വേണ്ട മഹേട്ട. മഹേട്ടൻ സമാധാനമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ശരി ആന്റി, ഗംഗയെ ശ്രദ്ധിച്ചോളാം. ആ, അത് പിന്നെ പ്രത്യേകം പറയണോ മഹി? ഞാൻ നോക്കിക്കോളാം. ശരി. ഗംഗേ വാ, റൂമിലോട്ട് പോവാ. ാട്ടിന്റെ കൂടെ ജീവിക്കാന്ന് മാത്രമാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. രാഹുലേട്ടൻ എന്നെ വിട്ടു പോയാ ഞാനും ഈ ജീവിതം അവസാനിപ്പിക്കും. എന്റെ ഈശ്വര, എന്നെ രാഹുലേട്ടൻ എന്നെ അകറ്റല്ലേ. എനിക്ക് എന്റെ ജീവന്റെ ജീവനായ രാഹുലേട്ടാ, കണ്ണു തുറക്ക രാഹുലേട്ടാ. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. രാഹുലേട്ടാ, പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ തന്നെ ഉണ്ട്. രാഹുലേട്ടൻ ഒന്നും വരില്ല. അമ്മേ, ഇതെന്താ നിങ്ങൾ ആരും എന്നെ ഒന്നും അറിയിക്കാതിരുന്നത്? ഗംഗ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതല്ലേ? ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നിങ്ങൾ രാഹുലുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇങ്ങോട്ട് വരില്ലായിരുന്നോ? രാഹുലിനെ അഡ്മിറ്റ് ചെയ്ത ടെൻഷനിൽ അതൊന്നും ഓർത്തില്ല ഞാൻ. നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? മഹേട്ടൻ ഗംഗയെ കെയർ ചെയ്ത് ആകെ ടെൻഷനിലായിരിക്കുമല്ലേ. അതിന്റെ ഇടയിൽ ഇക്കാര്യം പറഞ്ഞ് കൂടുതൽ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി. നിങ്ങളൊക്കെ വല്ലാത്ത ആൾക്കാരാണ്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി രാഹുലിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അതൊന്ന് വിളിച്ചു പറയാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുക. എന്തൊരു കഷ്ടമാണിത്. ഒരാപത്ത് വരുമ്പോഴല്ലേ അടുപ്പമുള്ളവരുടെ ആശ്രയം വേണ്ടത്. അവൻ എൻ്റെ അനിയനാണെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഡോക്ടർ എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ അകത്തേക്ക് പോയിട്ടുണ്ട്. രാഹുലേട്ടൻ കണ്ണു തോർന്നു. സിസ്റ്ററിന് ഈ പേഷ്യന്റിനെ നേരത്തെ അറിയാവോ? അറിയാം. ഓക്കെ, അതാണ് പേഷ്യന്റിനെ കൊണ്ടുവന്നപ്പോ താൻ ഓവർ ടെൻഷൻ ആയതല്ലേ? അതെ ഡോക്ടർ. ഓക്കെ, ഞാൻ പേഷ്യന്റിനെ ഒന്ന് നോക്കട്ടെ.
ഗെറ്റിംഗ് ബെറ്റർ. ഇനി പേടിക്കണ്ട. ഉടനെ കുറച്ച് മെഡിസിൻ കൊടുക്കണം. ചാർട്ട് എടുക്കൂ. രാഹുൽ അപകടനില തരണം ചെയ്തു. ഇനി പേടിക്കാനൊന്നുമില്ല. ഉടൻ തന്നെ എല്ലാം ശരിയാവും. ഹി വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാമോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയുമ്പോ പറയാം. ശരി ഡോക്ടർ. ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. രാഹുലേട്ട, എന്നെ മനസ്സിലായോ? ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവും രാഹുലേട്ട, എല്ലാം ഭേദാവും. വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. ഞാൻ ഈ വിവരം ഗംഗയൊന്ന് വിളിച്ച് പറയട്ടെ. ഇതിനിപ്പൊ ഗംഗ അറിഞ്ഞിട്ട് എന്തിനാ? മഹേട്ടനിപ്പൊ വന്നൊരു പെൺകോന്നനായിട്ട് മാറിക്കൊണ്ടിരിക്കാന്നാ തോന്നുന്നത്. അതെല്ലാം അവളുടെ കഴിവാ, ആ ഗംഗയുടെ. അതെല്ലാം നമുക്ക് അവസാനിപ്പിക്കണം. ആദ്യം രാഹുലിന്റെ അസുഖമെല്ലാം മാറി വരട്ടെ. വലിയൊരു ആപത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം ഗംഗ രക്ഷപ്പെട്ടത്. അതെ, ഞാനും ശരിക്കും പേടിച്ചുപോയി. മഹേട്ടിനെയും മാളുവിനെയും ഇനി ഒരിക്കലും കാണാനാവില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. അത്രയ്ക്ക് ശക്തരാ ഈ വീട്ടിനകത്തുള്ള ഗംഗയുടെ ശത്രുക്കൾ. അവർക്ക് ഏത് വിധേനയും ഗംഗയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എന്തിനാണ് എന്നോടിങ്ങനെ പക കാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അറിഞ്ഞുകൊണ്ട് ആർക്കും ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവർക്ക് അവരുടേതായ ലാഭങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. ആരെയും നന്നാക്കാനോ മനസ്സ് മാറ്റാനോ നമുക്ക് സാധിക്കില്ല. ശത്രുക്കളെ മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനേ പറ്റൂ. ഞാൻ ഗംഗയ്ക്ക് സപ്പോർട്ടുണ്ടാകുമെന്ന ധാരണ ഇപ്പോ അവർക്കുണ്ട്. അതുകൊണ്ടാ എന്നെ ബന്ധിച്ച ശേഷം ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതെ, ഏതൊരാപത്തിലും വിളിച്ചാൽ സഹായത്തിനെത്താൻ ചേച്ചി ഉണ്ടാവുന്നൊരു ധൈര്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വിളിച്ചിട്ട് വരാതായപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അതാ ഞാൻ പറഞ്ഞത്, നീ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ഞാനൊരു ആത്മാവാ. ബന്ധിക്കപ്പെട്ടാൽ പിന്നെ
എനിക്ക് ചലിക്കാനാവില്ല. ആ ഓർമ്മയും കരുതലും മനസ്സിലുണ്ടാവണം എപ്പോഴും. നിനക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ച മാളൂനും മഹിയേട്ടനും അത് സഹിക്കാനാവില്ല. രാഹുൽ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തു. നീ എന്തിനാ ഗംഗ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നേ? എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മഹിയേട്ടാ. അതെ, ആന്റിയുടെ കാര്യമാ കഷ്ടം. മര്യാദയ്ക്ക് വെള്ളം പോലും കുടിക്കുന്നുണ്ടായിരുന്നില്ല. നാത്തൂൻ എങ്ങനെ സഹിക്കും? മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ അമ്മമാർക്ക് അത് താങ്ങാൻ കഴിയില്ലല്ലോ. ഏതായാലും എല്ലാ കഷ്ടകാലവും കഴിഞ്ഞു, അങ്ങനെ കരുതാം. അമ്മേ, മഹിയേട്ടന് നല്ല ക്ഷീണം ഉണ്ടാവും. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ദാ ഇപ്പൊ എടുക്കാം. വേണ്ട ആന്റി, ഇപ്പൊ വേണ്ട. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നീ വാ മോളെ. വരാമ്മ. നിങ്ങൾ എത്തിയോ? മഹി വന്നപ്പോ നിങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആയി വരുമെന്ന് പറഞ്ഞിരുന്നു. ബില്ല് സെറ്റിൽ ചെയ്യലും മറ്റുമായി കുറച്ച് താമസം വന്നു. അതാ കുറച്ച് വൈകിയത്. ഇപ്പൊ എങ്ങനെയുണ്ട് രാഹുൽ? കുഴപ്പമില്ല. ദൈവാധീനം കൊണ്ടാ ജീവൻ ആപത്തൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടത്. ശരീരത്തിൽ നല്ല അളവിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു. ഓ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം. ആദ്യത്തെ അവസ്ഥ കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഇവന് പക്ഷേ അതിന്റെ സീരിയസ്നെസ് ഒന്നുമില്ല. നമ്മളല്ലേ തീ തിന്നുന്നത്. നിങ്ങളൊക്കെ ഇത്രയ്ക്ക് പേടിക്കാൻ മാത്രമൊന്നുമില്ല. നിനക്കങ്ങനെയൊക്കെ പറയാം. നാത്തൂന്റെ അവസ്ഥ കാണണമായിരുന്നു. പാവം, ഇത്രയും സമയം കൊണ്ടൊരു കോലായി. നിങ്ങൾ എത്തിയോ? നീ ഓക്കെ അല്ലേ രാഹുൽ? അതേ മതിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ആപത്ത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് കണ്ടാൽ മതി. ഇനി ഇങ്ങനെ ഉഴപ്പി നടക്കാതെ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം.